അമേരിക്കയിലെ ഡെൽറ്റ ഫോഴ്സിനെ കുറിച്ചാണ്. ഡെൽറ്റ ഫോഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്കത്ര സുപരിചിതമായ പേരല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മാഡ്യൂറോയെ വെനസ്വേലയിൽ ചെന്ന് കസ്റ്റഡിയിലെടുത്ത് തട്ടിക്കൊണ്ടുപോയത്, ആ ഓപ്പറേഷൻ നടത്തിയത് അമേരിക്കയിലെ ഡെൽറ്റ ഫോഴ്സാണ്. ഡെൽറ്റ ഫോഴ്സ് എന്നുള്ളത് അമേരിക്കൻ സൈനിക സംവിധാനത്തിലെ ഇത്തരം ഓപ്പറേഷനുകൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ്. അഥവാ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ തീവ്രവാദ ശക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ചെന്നുകൊണ്ട് ഇത്തരം ഓപ്പറേഷനുകൾ നടത്തുക. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ തന്നെ പിടിച്ചുകൊണ്ടുവരാനാണ് ഡെൽറ്റ ഫോഴ്സിന്റെ ഉത്തരവാദിത്വം അമേരിക്ക നൽകിയത്. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് വെനസ്വേല പോലെ ഒരു പരമാധികാര രാജ്യത്തിന്റെ അകത്ത് ചെന്നുകൊണ്ട് അവിടുത്തെ പ്രസിഡന്റിനെ തന്നെ തട്ടിക്കൊണ്ടുപോയി അമേരിക്കയുടെ കസ്റ്റഡിയിലെടുത്ത് അമേരിക്കയ്ക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്? ഈ ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. നിക്കോളസ് മഡ്യൂറോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകളാണെന്നാണ് പല ആളുകളും പറയുന്നത്. പക്ഷേ അവിടെ കമ്മ്യൂണിസ്റ്റുകൾ പ്രതിപക്ഷത്താണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. അഥവാ യൂഗോ ഷാവേസിന്റെ പിൻഗാമിയായി സോഷ്യലിസ്റ്റിലൂടെയാണ് ഇദ്ദേഹം അധികാരത്തിലേറിയിരിക്കുന്നത് എന്നതാണ്. പക്ഷേ സോഷ്യലിസ്റ്റ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഏത് ഇസത്തിലാണെങ്കിലും അദ്ദേഹം ഒരു പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്, അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. അങ്ങനെയുള്ള ഒരാളെ കേവലം ഇവർ പറയപ്പെടുന്ന പോലെയുള്ള ഇവർ സാധാരണ മറ്റുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ, പോരാട്ട സംഘടനകളെയൊക്കെ തീവ്രവാദ പ്രസ്ഥാനങ്ങളാണെന്നാണ് പറയുന്നത്. അവർക്ക് ഒരു രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമോ അത്തരം കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ്. പല സംഘടനകളെയും അല്ലെങ്കിൽ പല പോരാട്ട പ്രസ്ഥാനങ്ങളെയും ഇവർ നേരിടുന്ന സമയത്ത് അമേരിക്ക ഉന്നയിക്കാറുള്ള ആക്ഷേപം എന്നുള്ളത് അത്തരത്തിലാണ്. ഇവിടെ അവർ മറ്റൊരു കാര്യം ചെയ്തിരിക്കുന്നു. അഥവാ ഒരു പരമാധികാര രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ അട്ടിമറിക്കുകയല്ല, അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ജനാധിപത്യ പ്രക്ഷോഭങ്ങളിൽ കൈകടത്തിക്കൊണ്ട് അതിനെ അട്ടിമറിക്കുന്ന സാമ്പ്രദായിക രീതിയല്ല ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പിടിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് പോയി പിടിച്ചെടുക്കുകയും കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം അവിടെ ഉള്ളതായിട്ടുള്ളത്, വലിയ രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാതെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു സംശയമാണ് അവിടെ ഉയരുന്നത്. പക്ഷേ ഇവിടെ നിക്കോളസ് മഡ്യൂറോ ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. അവിടുത്തെ സിവിലിയൻ വിഭാഗത്തിന് ആയുധം അദ്ദേഹം നേരത്തെ നൽകിയിരുന്നു. സിവിലിയൻ സമൂഹത്തോട് അദ്ദേഹം ഈ പോരാട്ടത്തിൽ പങ്കുചേരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അഥവാ അമേരിക്കയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് നിങ്ങൾ പോരാട്ടത്തിലൂടെ നേടിയെടുക്കണമെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ അത്യാധുനിക സംവിധാനങ്ങൾ, അത്യാധുനിക ആയുധങ്ങൾ, പടക്കപ്പലുകൾ അല്ലെങ്കിൽ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ, ഇതൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ചെറു രാഷ്ട്രമായ അമേരിക്കയുടെ റഡാറിന് മുമ്പിൽ പ്രവർത്തിക്കുന്ന വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത്തരം സാമ്പത്തിക ശേഷിയും വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനതയോട് പോരാട്ടം നടത്തണമെന്നാണ് നേരത്തെ തന്നെ മഡ്യൂറോ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം കീഴടങ്ങിയതായിരിക്കാം, കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾ ഒഴിവാക്കാൻ. അല്ല എങ്കിൽ അദ്ദേഹത്തിന് മറ്റു പദ്ധതികളുണ്ടോ? ഇനി അവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സിവിലിയൻ ജനത അമേരിക്കക്കെതിരെയുള്ള ഈ പോരാട്ടം ഏറ്റെടുക്കുമോ എന്നുള്ള ചോദ്യമാണ്. അഥവാ അമേരിക്ക അവരുടെ സൈന്യത്തെ അവിടെ ഇറക്കിയാൽ അവിടുത്തെ ഉള്ള ജനത അവർക്കെതിരെ ഈ പറയുന്നത് പോലെയുള്ള പോരാട്ടം നടത്തുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കിയാവുന്നത്. അങ്ങനെ പോരാട്ടം നടത്തിയാൽ മാത്രമേ വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. വലിയ രീതിയിലുള്ള പടക്കപ്പലുകൾ, യുദ്ധോപകരണങ്ങൾ, യുദ്ധസാമഗ്രികളൊക്കെ വെച്ചുള്ള ഏറ്റുമുട്ടലുകൾ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സിവിൽ സമൂഹം ഈ പോരാട്ടം അമേരിക്കയ്ക്ക് നടത്തിയാൽ, അവർ പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കിയാൽ, അവിടെ നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ച് അവർ പൊരുതിയാൽ അത് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടാവുന്ന പ്രശ്നമായിട്ട് മാറും. കേവലം ഒരു മഡ്യൂറോയോ എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ല അതുള്ളത്. മഡ്യൂറോയെ ഓൾറെഡി അമേരിക്ക പിടിച്ചു കഴിഞ്ഞു. ഇനി അമേരിക്കക്ക് അതിൽ എന്താണ് ചെയ്യാനുള്ളത്? അദ്ദേഹത്തിനെതിരെ വിചാരണ ചെയ്യുമെന്ന് പറയുന്നു. മറ്റൊരു രാഷ്ട്രാധികാരത്തെ, അവിടുത്തെ രാഷ്ട്ര പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രസിഡന്റിനെ തന്നെ പിടിച്ചുകൊണ്ടുപോയി അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്യുന്ന ഒരു വിചിത്രമായ രീതിയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. എങ്ങനെയാണെങ്കിൽ പോലും ഈ ഡെൽറ്റ ഫോഴ്സ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഓപ്പറേഷനുകളും അവർ നടത്തിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. നിക്കോളസ് മഡ്യൂറോയെ ഈ രീതിയിൽ പൂട്ടാൻ കഴിഞ്ഞിട്ടുള്ള ഡെൽറ്റ ഫോഴ്സിന് പൂട്ടാൻ കഴിയാത്ത ചില ആളുകളുണ്ട്, ചില വ്യക്തികളുണ്ട്, ചില സംഘങ്ങളുണ്ട്. അവരെ പറ്റിയാണ് പറയാനുള്ളത്. ഇത്തരം വലിയ ആധിപത്യമുള്ള അല്ലെങ്കിൽ വലിയ ശക്തിയുള്ള ഡെൽറ്റ ഫോഴ്സിനെ വെച്ചാണ് കഴിഞ്ഞ 2 വർഷമായി ഹമാസ് എന്ന ചെറുസംഘത്തെ, അഥവാ ഗസയിലെ ജനതയെ
അമേരിക്ക ഇല്ലാതാക്കാൻ നോക്കിയത്. ഡെൽറ്റ ഫോഴ്സ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയ ആളുകളെയൊക്കെ ഓപ്പറേഷൻ നടത്തി തിരിച്ചു കൊണ്ടുവരാനൊക്കെ ശേഷിയുള്ള അത്തരം സംവിധാനങ്ങളുള്ള, അത്തരം ടെക്നിക്കുകളുള്ള, അത്തരം പരിശീലനങ്ങളൊക്കെ കിട്ടിയ ഒരു സംഘമാണ്. അങ്ങനെയുള്ള ഡെൽറ്റ ഫോഴ്സ് അടക്കമുള്ള, ഇസ്രായേലിൻ്റെ മൊസാദ് അടക്കമുള്ള, അല്ലെങ്കിൽ ലോകത്തിലെ പ്രബലമായ UK-യും ജർമ്മനിയും ഒക്കെ ഉൾപ്പെടുന്ന എല്ലാ ശക്തികളുടെ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഹമാസ് ഒളിപ്പിച്ചു വെച്ച ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി, ഇസ്രായേലി പൗരന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി അമേരിക്കയും ഈ ബദൽ ശക്തികളും ഇടപെട്ടത്. ഗസ എന്നത് നമുക്കറിയാം, ഒരു 40 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഒരു പ്രദേശമാണ്, ഒരു കൊച്ചു പ്രദേശമാണ്. അവർക്ക് മഡ്യൂറയെ പോലെയുള്ള വിമാനത്താവളങ്ങളില്ല, സംവിധാനങ്ങളില്ല, സ്വന്തമായിട്ട് സൈന്യമില്ല. അവിടെ കുറച്ചു പോരാട്ട സംഘങ്ങൾ മാത്രമാണുള്ളത്, അല്ലേ? ഗസയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അവിടെ ഹമാസ് അടക്കമുള്ള പോരാട്ട പ്രസ്ഥാനങ്ങളും ആ ജനതയുമാണുള്ളത്. അങ്ങനെ അവിടെ എല്ലാ പദ്ധതികളും ഡെൽറ്റ ഫോഴ്സ് നടപ്പിലാക്കി നോക്കി. അവരുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ സൈന്യത്തെ മറ്റൊരു രൂപത്തിൽ അവിടെ അയച്ചുകൊണ്ട്, ചാരസംഘങ്ങളെ നിയോഗിച്ചുകൊണ്ട് എല്ലാ അടവുകളും പറ്റി നോക്കി. പക്ഷേ ഹമാസ് കൊണ്ടുപോയിട്ടുള്ള ഒറ്റ ബന്ദികളെ പോലും അവർക്ക് ഇത്രയും വർഷത്തിനിടയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഹമാസിൻ്റെ ഒറ്റ ഒരു നേതാവിനെ പോലും അവർക്ക് പിടിച്ചു കൊണ്ടുവരാനോ സാധിച്ചിട്ടില്ല. യഹിയ സിൻവറിന് അവർ ഡോളറുകൾ വിലയിട്ടു, അബൂബൈദയ്ക്ക് അവർ ഡോളറുകൾ വിലയിട്ടു. പക്ഷെ അവരെയൊക്കെ വലിയ ഏറ്റുമുട്ടലുകളിൽ, പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുമ്പോൾ പോലും അവരെ പിടിച്ചു കൊണ്ടുവരാനോ, അവരെ കണ്ടെത്തി കൊണ്ടുവരാനോ, അവരുടെ തുരങ്കങ്ങൾ മനസ്സിലാക്കാനോ, അവരുടെ ശക്തി ദൗർബല്യങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാനോ അവകാശ പ്രസ്ഥാനങ്ങളും ജനങ്ങളും ഫലസ്തീനി ജനതയോടൊപ്പം, ഗസൻ ജനതയോടൊപ്പം നിൽക്കാൻ തയ്യാറായി. പിന്നീട് എന്താണ് ഇസ്രായേൽ ചെയ്തത്? ഇവരൊക്കെ പരമാവധി ആയുധങ്ങൾ കൊടുത്തു. അമേരിക്ക കൊടുത്തു, ബ്രിട്ടൻ കൊടുത്തു, ബാക്കിയുള്ള ജർമ്മനി അടക്കമുള്ള ഈ വലിയ ശക്തികൾ പരമാവധി ആയുധങ്ങൾ ഇസ്രായേലിന് നൽകി. ഇസ്രായേൽ മുമ്പും പിമ്പും നോക്കാതെ പൂർണ്ണമായിട്ടുള്ള ഗസയെ തകർക്കാനുള്ള ബോംബിംഗ് ആണ് അവിടെ നടത്തിയത്. 2ാം ലോക മഹായുദ്ധത്തിൽ പോലും പ്രയോഗിക്കാത്ത അത്രയും ആയുധങ്ങൾ ഗസയിൽ പ്രയോഗിച്ചു. ആ ജനതയെ നിഷ്കാസനം ചെയ്യാൻ നോക്കി. പക്ഷേ അവിടെ അവരുടെ പോരാട്ട വീര്യം ഒരിക്കൽ പോലും അവർ കെടാതെ ഈ പോരാട്ടം മുമ്പോട്ട് കൊണ്ടുപോയി. ഇവിടെയാണ് ഗസൻ ജനതയും ഇപ്പോൾ നടന്നിട്ടുള്ള ഈ സംഭവവികാസങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് വ്യക്തമാവുന്ന കാര്യം. അഥവാ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ട് പോലും, അവിടുത്തെ പ്രസിഡൻ്റായിട്ട് പോലും, അവിടെ എല്ലാവിധ സംവിധാനങ്ങളും, സൈനിക സംവിധാനങ്ങളും, എയർപോർട്ടും അതല്ലാതെ മറ്റുള്ള സാമഗ്രികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളെ നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവരാൻ അമേരിക്കയുടെ ഡെൽറ്റ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, മറുഭാഗത്ത് ഹമാസ് എന്ന ചെറുപ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ ഗസയിലെ ജനതയെയും ഇല്ലാതാക്കാൻ നോക്കിയിട്ട് ഹമാസിൻ്റെ ഒറ്റൊരു നേതാവിനെയും പിടിച്ചു കൊണ്ടുവരാൻ കഴിയാതെ, ഹമാസ് ബന്ദിയാക്കിയിട്ടുള്ള ഒറ്റ ഇസ്രായേലി പൗരനെയും ഹമാസ് വിട്ടുകൊടുക്കുമ്പോഴല്ലാതെ തിരിച്ചു കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഗസൻ ജനതയുടെ പോരാട്ടവീര്യവും ഫലസ്തീനിയൻ ജനതയുടെ പോരാട്ടവീര്യവും അതിന് ലോകം കൊടുക്കുന്ന പിന്തുണയും എന്താണെന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ഫോഴ്സും പരാജയപ്പെട്ട ഒരു മുനമ്പാണ് ഗസ മുനമ്പ് എന്നുള്ളത്. ഗസ ഫോഴ്സ് ഈ ഡെൽറ്റ ഫോഴ്സും പരാജയപ്പെട്ട ഒരു ഇടമാണ് ഫലസ്തീൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ ഭൂമികയിൽ ഒരിക്കൽ കൂടി ഹമാസ് തുടങ്ങി വെച്ച തൂഫാനുൽ അക്സയും അതുപോലെ തന്നെ ഫലസ്തീനിയൻ ജനത നടത്തിയ പോരാട്ട വീര്യവും ഒരിക്കൽ കൂടി ലോകത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തുന്നു. അവരുടെ പോരാട്ട വീര്യം എന്താണെന്നുള്ളത്, അവരുടെ സംവിധാനങ്ങൾ എന്താണെന്നുള്ളത്. കേവലം എയർപോർട്ടുകളില്ലാത്ത, അത്യാധുനിക ആയുധങ്ങളില്ലാത്ത, ബങ്കർ ബസ്റ്റർ വിമാനങ്ങളില്ലാത്ത, ഹെലികോപ്റ്ററുകൾ പോലും സ്വന്തമായിട്ടില്ലാത്ത
ഒരു 40 കിലോമീറ്ററിൽ ചുറ്റളവിൽ വരുന്ന ഒരു ചെറു വിഭാഗമാണ് 2.5 വർഷം ലോകത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുവരുന്ന, ലോകത്തിലുള്ള ഏത് പ്രസിഡന്റിനെയും ഏത് രാജ്യത്തും തട്ടിക്കൊണ്ടുവന്നുകൊണ്ട് തങ്ങളുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടു പോവാൻ കഴിയുന്ന ഒരു ശക്തിയോട് പൊരുതി നിന്നത്. അതുകൊണ്ട് തന്നെ ഫലസ്തീനിയൻ ജനത നടത്തിയ ഈ പോരാട്ടം ചരിത്രത്തിൽ എങ്ങും ഓർമ്മിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.